എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലക്നൗ ഡെവലപ്മെൻറ്റ് അതോറിറ്റീൻ്റെ അണ്ടറിലുള്ള ഒരു വെറ്റ്ലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. പകൽ നല്ല ചൂടായ കാരണത്താൽ ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് സന്ധ്യ ആവാൻ നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ടൈമിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കാരണം ഈവനിങ് ആയി, ഒരു 5:30-6 മണി നേരമൊക്കെ ആവാനായപ്പോഴത്തേക്കും എല്ലാ ബേർഡ്സും ഉണ്ടായിരുന്നു. അവർ കൂട്ടിക്കയറാനുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചയും കണ്ട് നടക്കാൻ പറ്റുമായിരുന്നു. പിന്നെ പോരാത്തതിന് ഇവിടെ നേരത്തെ ഇരുട്ടാവില്ല. ഒരു 7 മണി 7:15 കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുട്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഈവനിങ് കിട്ടണ മാതിരി തോന്നി ഈ ചൂടുകാലത്ത്. ഈ വെറ്റ്ലാൻഡിൻ്റെ പ്രോപ്പർ പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വെറ്റ്ലാൻഡ് കാണപ്പെടുന്നത്. ഈ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്നൗ ഡെവലപ്മെൻറ്റ് അതോറിറ്റീൻ്റെ അണ്ടറിലാണ്. ഏകദേശം 37 ഏക്കർ വരെയാണ് വെറ്റ്ലാൻഡ് പരന്ന് കിടക്കുന്നുണ്ട്. പോരാത്തതിന് 211-ലധികം ബേർഡുകളുണ്ട്. അതേമാതിരി വെറൈറ്റി പാമ്പുണ്ട്, അതേമാതിരി ആമകളുണ്ട്, പലതരം പക്ഷികളുണ്ട്. ഒരുപാട് ദേശാടനക്കിളികളുടെ ഒരു മെയിൻ ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ സന്ധ്യ ആയ നേരമായതുകൊണ്ട് ഒരുപാട് വെറൈറ്റി പക്ഷികൾ തന്നെ കാണാൻ പറ്റി. കൂട്ടുകയറുന്ന നേരം ആയത് കാരണത്താൽ തന്നെ. പിന്നെ ഈ എരണ്ട എന്ന് പറയുന്ന ഈ ഗഡ്വാൾ പറഞ്ഞ പക്ഷി ഏകദേശം സെയിം ആണ് താറാവിനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലൂടെ 2-3 എണ്ണം ഇങ്ങനെ ഒന്നിച്ച് പോണതൊക്കെ കാണാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഈ സിറ്റീൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ. പിന്നെ പോരാത്തതിന് ഈ വെറ്റ്ലാൻഡിക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കണ മാതിരി അവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്നിട്ട് മീനിനൊക്കെ നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ് കേട്ടോ പലരും ചെയ്തിരുന്നത് മീനിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമൊക്കെ കാണാൻ കൂട്ടം കൂടി വന്ന് നിൽക്കണമൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ കുട്ടികൾക്കൊക്കെ. എൻ്റെ മോളും ഇതേമാതിരി തീറ്റിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു മീനുകൾക്ക്. UP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മൈൻഡിലുള്ള ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് വേസ്റ്റാണ്. അതേമാതിരി നിറയെ പശുക്കളായിരിക്കും, നിറയെ ചാണകവും ആകെ കച്ചറയായിട്ടായിരിക്കും കിടക്കുക എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ലക്നൗ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഈ പായൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, കുളവാഴ പറയണ അതൊക്കെ കുറച്ച് അധികമായിട്ട് സ്പ്രെഡ് അതിനെ ഈ വെറ്റ്ലാൻഡിൽ നിന്ന് കുറച്ച് കോരിയിട്ട് കരയത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവണമായിട്ടല്ലേ. അപ്പോൾ ഒന്നിച്ച് ഇത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഫുള്ളും അതായി പടർന്ന് പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. അത് കുറച്ചെണ്ണം അവർ എടുത്ത് കരയിലിട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. അങ്ങനത്തെ ഒരു കച്ചറ എന്നല്ലാതെ വേറെ ഒരു വേസ്റ്റും കണ്ടിട്ടില്ല കേട്ടോ. അതേമാതിരി ഈ വെറ്റ്ലാൻഡിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു ചീഞ്ഞ മണമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മണവും ഇല്ല കേട്ടോ. അത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എനിക്കിങ്ങനെ എപ്പോഴും മാളിൽ പോയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നുള്ള സ്ഥലങ്ങൾ കൂടെയൊക്കെ പോകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഏരിയ. ഞാൻ പറയുകയും ചെയ്തു ഹസ്ബൻഡിനോട് നമുക്ക് ഒരു തവണയും കൂടി വരണം കേട്ടോ. ഈ തണുപ്പ് കാലത്ത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇവിടെ കാണാൻ. കാരണം അധികം വെയിലുണ്ടാവില്ല, എപ്പോഴും മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാവും തണുപ്പ് കാലത്ത്. അപ്പോൾ ഈ വെള്ളം ഇതൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആ ഒരു തണുപ്പ് കാലത്തും കൂടി ഒന്നും കൂടി പോയി നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പോരാത്തതിന് ഈ ചെടികളുടെ ഇടയിലൊക്കെ ഒരുപാട് പക്ഷികളും പാമ്പും അങ്ങനെ പലതരം ജീവികളുണ്ട് കേട്ടോ. അവിടെ വെറൈറ്റി ബട്ടർഫ്ലൈകളുണ്ട്, പലതരം തത്തകളെ പോലത്തെ കുറേ പക്ഷികളുണ്ട്. അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഈ കാട് പിടിച്ച് കിടക്കണതിൻ്റെ ഇടയിലൊക്കെ കേട്ടോ. നമ്മൾ കരുതും അങ്ങനെ ഇതെന്തിനാ ഈ പുല്ല് പിടിച്ച് കിടക്കണേന്ന്. പക്ഷേ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ അവർ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓരോ സൈൻ ബോർഡിൽ അവർ ഓരോരോ ജീവികളെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ ഒരു ടവറുണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഏരിയ അങ്ങനെ ഉയരത്തിൽ നിന്ന് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതിപ്പോൾ പൂട്ടിയിട്ടേക്കാണ്. അവിടെ കുറേ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ സമ്മർ ആയത് കാരണത്താൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർ ബോട്ടിംഗ് ഒന്നും ഇല്ലാത്തതെന്നാണ് എനിക്ക് തോന്നിയത്.
നമ്മൾ ഇവിടെ ഈ ഏരിയയ്ക്ക് എത്തിയപ്പോഴത്തേന് അത്യാവശ്യം നന്നായി ഇരുട്ടിയിട്ടോ. കാരണം അവിടെയുള്ള കാഴ്ച കാണലും അതേമാതിരി മീനിന് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും ഇരുട്ടായതാണ്. നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും കേട്ടോ. പോരാത്തതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആ സൈഡിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത്. അവിടെ ഇങ്ങനെ വിമാനത്തിൻ്റെയും അതേമാതിരി ടാങ്കറിൻ്റെയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിൽ ഇത് ഓപ്പൺ ചെയ്യായിരിക്കും. അവിടെയൊക്കെ കണ്ടില്ലേ, കുറേ ആൾക്കാരെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ കുറേ മറച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഓപ്പൺ ആയതിന് ശേഷം ഒരു തവണയും കൂടി വന്ന് കാണണം എന്തായാലും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല ഇരുട്ടി കേട്ടോ. കാരണം നമ്മൾ ഇവിടെ മീനിന് തീറ്റയൊക്കെ കൊടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് പക്ഷികളെയൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായി. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ അവിടെയൊക്കെ ഉണ്ടോ ഓരോ ബേർഡ്സിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ ഏരിയയിൽ ഒരു എയർഫോഴ്സിൻ്റെ ഓരോ വിമാനങ്ങളും അതേമാതിരി ടാങ്കറിൻ്റെയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവരിങ്ങനെ അവിടെ മറച്ച് വെച്ചിട്ട് അവർ എന്തൊക്കെയൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇനിയും കുറേ ഫിനിഷ് ആവാനുണ്ട്. കുറച്ചും കൂടി ദിവസം കൂടി കഴിയുമ്പോഴത്തേനും ഇത് അത്യാവശ്യം എല്ലാം ഡെവലപ്പായിട്ട് ഫുൾ ഓപ്പൺ ആക്കി തരുന്നല്ലായിരിക്കും. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ വന്നിരുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ അവിടെ ഒരുപാട് പുല്ലുകൾ കാണിച്ചിട്ടില്ലേ, ആ പുല്ലുകളിൽ ഒരു പ്രത്യേക തരം ഒരു സാധനമുണ്ട്. അതിൻ്റെ ഒരു വിത്ത് മാതിരി, അതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സാധനം. വൈകുന്നേരം ആയപ്പോഴത്തേനും അവിടെയുള്ള എല്ലാ കൊക്കുകളും കൂടിയിട്ട് ഒരു മരത്തിൻ്റെ മേലെ ചേക്കേറിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പച്ച കളർ മരത്തിൻ്റെ മേലെ ഫുള്ള് കൊക്ക്, ഫുള്ള് വെള്ള കളറായിട്ടൊക്കെ കണ്ടിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഓക്കെ, ബായ്, അടുത്ത വീഡിയോ കാണാം.